1950 ശബരിമല ക്ഷേത്രം കത്തിയതല്ല, കത്തിച്ചു. ഒരു കൂട്ടം ക്രിസ്ത്യൻ മതമൗലികവാദികളുടെ അരി കൊടുത്തിട്ടല്ല, പയറ് കൊടുത്തിട്ടല്ല, പാൽപ്പൊടി കൊടുത്തിട്ടല്ല, നോട്ടീസ് തൊടണ്ടാ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല, മെഴുകുതിരി കാണണ്ടാന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല. നിങ്ങളുടേതായ ഏത് എല്ലാവർക്കും നമസ്കാരം. മതം, ജാതിയുടെ പേരിൽ വേറൊരു ഫൈറ്റ്, മതത്തിന്റെ പേരിൽ വേറൊരു ഫൈറ്റ്, ദൈവത്തിന്റെ പേരിൽ വേറൊരു ഫൈറ്റ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കുറെ ഈ വർഗീയ വിഷങ്ങൾ നിറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ നിന്ന് ഒടുങ്ങി തീർന്ന് കാലഹരണപ്പെട്ടു പോയാൽ മാത്രമേ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള തമ്മിൽ തല്ല് നിൽക്കത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത്തരം സാധനങ്ങൾ എപ്പോഴും വർഗീയത കുത്തി നിറച്ചുകൊണ്ടിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാത്തവർ, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറഞ്ഞുകൊണ്ട് വേർതിരിച്ച ആൾക്കാരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക. കാരണം നിങ്ങളുടെ ഓരോരുത്തരും പ്രോത്സാഹനമാണ് നമ്മൾ അടുത്ത ഓരോ വീഡിയോസും ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഓരോ വീഡിയോസ് ഈ ഇതുപോലത്തെ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്യാനൊക്കെ തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ശശികലയെ മറ്റൊരു പേരിട്ട് ആൾക്കാർ വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് വിഷകല. കാരണം അതിൻ്റെതായ റീസൺ ഉണ്ട്. വർഗീയത പറഞ്ഞും മതത്തിന്റെ പേരിലും നാട്ടുകാരെ തമ്മിൽ തെളിയിക്കുന്നതാണ് ഇവരുടെ മെയിൻ ഹോബി. ഇതിൽ നിന്നും എന്ത് ആനന്ദം കണ്ടെത്തുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ ഈ അമ്പലങ്ങളിൽ നമ്മളെ ക്രിസ്ത്യൻ പാട്ടിടണമെന്നോ, അല്ലെങ്കിൽ പള്ളികളിൽ അമ്പലത്തിലെ പാട്ടിടണമെന്നോ, അല്ലെങ്കിൽ അമ്പലത്തിലെ ആചാരങ്ങൾ കൊണ്ടുവന്ന് പള്ളിയിൽ ചെയ്യണമെന്നോ, പള്ളിയിലെ ആചാരങ്ങൾ കൊണ്ടുപോയി അമ്പലത്തിൽ ചെയ്യണമെന്നോ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, അതൊക്കെ അതാത് സ്ഥലങ്ങളിൽ അതാത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോവുക. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പുറത്ത് പുറത്തു വന്ന് കിടന്ന് തമ്മിത്തല്ലി ഒരുമാതിരി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ വർഗീയത തുപ്പുക, നമ്മൾ യേശുക്രിസ്തുവിന് മുമ്പേ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് വർഗീയത പറഞ്ഞ് തമ്മിൽ തല്ലരുത്. എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഇത്തരം വർഗീയത തുപ്പുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്നും നിരോധിക്കുക. ഓക്കെ, അവരെ ഒന്നിലോ അടുപ്പിക്കരുത്, പറ്റുമെങ്കിൽ ജയിലിൽ പിടിച്ചിടുക. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇവരൊക്കെ പുറത്തുണ്ടെങ്കിൽ വളർന്നു വരുന്ന തലമുറയിലേക്ക് അടക്കം ഇത്തരം വർഗീയത സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പം പാർട്ടി ബേസിൽ ആൾക്കാർ തിരിയാറുണ്ട്, മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ ആൾക്കാർ തിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒരു ഘട്ടം ഇവരെ പോലത്തെ ആൾക്കാരാണ് വിഷം ഇഞ്ചക്ട് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലേക്ക്. എന്തിന്, വളർന്നു വരുന്ന തലമുറയുടെ ഉള്ളിലേക്ക് അടക്കം ഇവരെ പോലുള്ള വിഷകലകളാണ് ഓരോ വർഗീയതയും ഇഞ്ചക്ട് ചെയ്യുന്നത്. വർഗീയതയുടെ പീക്ക് ലെവലിൽ കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയും കൂടിയാണ് ഇവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ വയസ്സാം കാലത്തെങ്കിലും എന്റെ പൊന്ന് നന്നായിക്കൂടെ? എനിക്ക് അതാണ് നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് ചോദിക്കാനുള്ളത്. ഇങ്ങനെ വർഗീയത പറഞ്ഞ് തമ്മിലടിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ സുഖമാണ് കിട്ടുന്നത്? എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷം ബാക്കുള്ള ഇവരുടെ 1-2 വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ റീസെന്റ് ആ സ്കൂളിൽ ആ ഇഷ്യൂ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് പേര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് അതിൽ നീ ഇതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം, സംസാരിക്കണമെന്ന് തോന്നി. എന്തായാലും നമ്മുടെ വിഷകല ടീച്ചർ പറയുന്ന കേട്ട് നോക്കാം. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് യേശുദേവൻ ജനിക്കുന്നതിന് മുൻപും ഭൂമിയിൽ മനുഷ്യരുണ്ട്, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെല്ലാം ജീവിച്ചു, വളർന്നു, മരിച്ചു. എന്തെങ്കിലും കുഴപ്പം പറ്റൂ? അതുപോലെ ഇപ്പോഴും നടക്കില്ലേ? അത് ഉള്ളതാ. ജീവിച്ചു, മരിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. നാളെ നമ്മൾ മരിക്കും, അടുത്ത് ജീവിക്കും, ആൾക്കാർ വരുന്നതും പോയൊക്കെ നിൽക്കും. പക്ഷെ നമ്മളിവിടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വെക്കുക. പിന്നെ ആഫ്റ്റർ ക്രൈസ്റ്റ് ഉണ്ട്, ബിഫോർ ക്രൈസ്റ്റ് ഉണ്ട്, AD മറ്റേ BD ഒക്കെ ആയിട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ന് വെച്ചിട്ട് യേശു ക്രിസ്തുവിന് മുന്നേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നെന്നും യേശു ക്രിസ്തുവിന് ശേഷം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നെന്നും നിങ്ങളുടെ പ്രശ്നം എന്താണ്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, ആഫ്റ്റർ ക്രൈസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു, ബിഫോർ ക്രൈസ്റ്റും ആൾക്കാരുണ്ടായിരുന്നു. 2 ഘട്ടമായിട്ടാണല്ലോ നമ്മുടെ ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ ക്രൈസ്റ്റും ബിഫോർ ക്രൈസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം? ബേസിക്കലി നിങ്ങൾ അത് പറ. അതിന് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആ കാര്യമൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു വേർതിരിവുണ്ടാക്കി ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? അതിന്റെ ഒരു ഇന്റൻഷൻ എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. വർഗീയത പറഞ്ഞ് തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ഒരു സുഖം കണ്ടെത്തി. എന്ത് വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ള സ്ത്രീയാണ് നിങ്ങളൊക്കെ. ഇത്രയും വൃത്തികെട്ട മൈൻഡ് സെറ്റ് നല്ലതല്ല. ഓക്കെ, ബാക്കി ആഫ്രിക്കൻ രാജ്യങ്ങളില് അവിടുത്തെ വിമോചന സമര നേതാവിന്റെ വാചകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമോ കിനിയാത്തയുടെ അദ്ദേഹം പറഞ്ഞത്,
ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ മതപ്രചാരകര് ആഫ്രിക്കയുടെ മണ്ണില് സായിപ്പന്മാര് വരുമ്പോ ഞങ്ങളുടെ ഭൂമിയുണ്ട്, അവരുടെ ബൈബിൾ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഭൂമിയുണ്ട് ഇഷ്ടം പോലെ, അവരുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്. അവര് വന്നിറങ്ങിയപ്പോൾ ബൈബിള് ഞങ്ങളുടെ കയ്യിൽ തന്നു. ബൈബിള് വെച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അവര് ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കണ്ണ് തുറന്നപ്പോ അവരുടെ ഇരുന്ന ബൈബിള് ഞങ്ങളുടെയിലുണ്ട്, ഞങ്ങളുടെ ഇരുന്ന ഭൂമി അവരുടെ ഉണ്ട്. ആണോ? എനിക്ക് കുറെ കാര്യം ചെയ്യും. നിങ്ങൾ നാളെ മുതൽ കുറെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഭൂമി ഇപ്പുറത്തും ബൈബിൾ അപ്പുറത്തും പോകുന്നു നോക്ക്. ചുമ്മാ എന്നിട്ട് വായ്ത്താളം അടിച്ചങ്ങോട്ട് തള്ളുകയാണ്. കുറെ വർഗീയ വേഷങ്ങൾ നിറഞ്ഞ് നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ എന്തെങ്കിലും കഥകൾ പടച്ചുവിടും. അതിനെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ല സ്ത്രീ ക്രിസ്ത്യാനികളെ അപമാനിക്കും. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് വെച്ചിട്ട് ഞാൻ ജാതി മതം പറഞ്ഞിട്ടല്ല നിങ്ങളെ വിമർശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നാളെ ഹിന്ദുക്കളെ ഇതുപോലെ പറഞ്ഞാലും മുസ്ലിംസിനെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ സംസാരിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്നേ ആരെയും നെഞ്ചത്ത് ഇടിച്ചു കയറ്റി നീ ഇത് വിശ്വസിക്കാവൊന്നും ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്ത് വിശ്വാസം ഞാൻ ആ വിശ്വാസം കീപ്പ് ചെയ്യുന്നു, അതെന്നെ രക്ഷിക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാ മതത്തിലുള്ളവർക്കും അവരുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആചാരങ്ങളൊക്കെ. അവരൊക്കെ അതിൽ വിശ്വസിച്ച് പോട്ടെ. എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് വല്ല മറ്റേ ചൊറിഞ്ഞു വന്ന് നിങ്ങൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നു, അടുത്ത് മുസ്ലിംസിനെ പറയുന്നു. നിങ്ങൾക്ക് ആകെ ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് വർക്ക് ചെയ്താൽ പറയണമെന്നുള്ള രീതിയിലായിപ്പോൾ. ഇവിടെ എനിക്ക് ഇവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളും എല്ലാം ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ അങ്ങനെ ജാതിയുടെ മതത്തിന്റെ പേരിലൊന്നും വേർതിരിച്ചല്ല ഫ്രണ്ട്ഷിപ്പ് പിടിക്കുന്നതും നമ്മൾ ആൾക്കാരോട് പെരുമാറുന്നതും. ഓക്കെ, അങ്ങനെ പെരുമാറുന്ന വിഷജന്തുക്കൾ ഇപ്പോഴും ഉണ്ട് നിങ്ങളെപ്പോലുള്ളത്. നിങ്ങളെപ്പോലുള്ളവർ കാരണമാണ് ഈ സമൂഹം നാട് നന്നാവാത്തത്. അതുകൂടി മനസ്സിലാക്കണം. ഓക്കെ, ബാക്കി ഇതാണ് ഇന്ന് ഇവിടുത്തെ ആളെ കൂട്ടൽ തന്ത്രം. ഇതിനേക്കാൾ എത്ര ഭേദ പിള്ളേരെ പിടിച്ചുകൊണ്ട് വന്ന മറ്റേ നമ്മള് കുട്ടികളെ പിടുത്ത കാര്യം പറഞ്ഞവര് എത്ര ഭേദ ഒന്നിനെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടി വരുന്നത്. എടാ, ഇതിനൊന്ന് എൻകൗണ്ടർ ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? അത് പറഞ്ഞത് കേട്ടാ. ഇതിനേക്കാളും ഭേദം, അതായത് മറ്റേ ക്രിസ്ത്യാനികളെക്കാളും ഭേദം ഈ പറയുന്ന പിള്ളേരെ പിടുത്തക്കാരാണെന്ന്. ഓരോ പിഞ്ച് പിള്ളേരെ പിടിച്ചോണ്ട് പോയി ഓരോന്ന് ചെയ്യുന്നവന്മാരും മറ്റേ ഭിക്ഷയ്ക്ക് ഇരുത്തുന്നവരും ഒക്കെയാണ് ഇതിനേക്കാളും ഭേദമെന്ന്. അപ്പൊ എത്രത്തോളം ക്രൂക്കറ്റ് മൈൻഡാണ് ഇവർക്ക്. ഈ വിഷാടനത്തിൽ വല്ല കൈ ഉണ്ടോ എന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിക്കണം ഇതൊക്കെ. കാരണം ഇമാതിരി വർത്തമാനം തൊട്ടി വർത്തമാനമല്ലേ പറയുന്നത്. നാളെ നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുമക്കളെയൊക്കെ ആരെങ്കിലും വിഷാടനക്കാർ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതെന്ന് പറയുമോ? അത് കുഴപ്പമില്ല, അമ്മമാര് പിടിച്ചോണ്ട് പോയതല്ലേ, മറ്റേനേക്കാളും നല്ലതായിരുന്നെന്ന് പറയുമോ? ബൈബിളിനേക്കാളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലുള്ളവരെ ആ ക്രിസ്ത്യൻ വിശ്വാസികളെക്കാളും നല്ലതായിരുന്നു, നല്ലതിന്റെ കുഴപ്പമില്ല, എന്റെ ചെറുമക്കളെ പിടിച്ചോണ്ട് പോട്ടോ നിങ്ങൾ പറയൂ? എന്ത് മത്തങ്ങയാടാ നിങ്ങൾക്ക്? എന്ത് മെന്റാലിറ്റിയോടോ നിങ്ങളൊക്കെ? നിങ്ങളെപ്പോലെയുള്ള സാധനങ്ങൾ ഈ ഭൂമിയിൽ നിന്നും കാലകരണപ്പെട്ടു പോയാൽ മാത്രമേ ഈ നാട് നന്നാവത്തുള്ളൂ. നിങ്ങളെപ്പോലെ വർഗീയ വിഷം നിറഞ്ഞ് ഇപ്പോഴും വർഗീയതരൊന്നും തുപ്പി ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലടക്കം ഇത്തരം വർഗീയ വിഷങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള സാധനങ്ങൾ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാകണം. എന്നാൽ മാത്രമേ ഈ നാട് നന്നാവത്തുള്ളൂ. ഞാൻ ഈ പഴയ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു. ഇതെന്തുവാ വീട്ടിത്തനത്തിന്റെ ഘോഷയാത്ര വിളിച്ചു വിളമ്പുന്നു. ഇതൊന്നും കണ്ടിട്ടും പ്രതികരിക്കാൻ ആരുമില്ലേ? ഇതൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇത്തരം തൊട്ടി വർത്താനം പറയാൻ ഇവക്കൊക്കെ സ്റ്റേജോ മൈക്ക് എന്തുവാടേ? ഇതൊന്നും പ്രതികരിക്കാൻ ആരുമില്ലേ ഇവിടെ? ഞാനിങ്ങനെ അന്തിച്ചിരിക്കും ഇത് കണ്ട സമയത്ത്. ഓക്കെ, ബാക്കി ലോകത്ത് ക്രിസ്തുമതം മാത്രമേ ശരിയുള്ളൂ എങ്കിൽ അവരുടെ അമ്മമാര് മാത്രം പ്രസവിച്ചാ പോരെ? ദൈവം വിചാരിച്ചാൽ നടക്കില്ലേ? ബാക്കിയുള്ളവരാരും ഇനി മുതൽ പ്രസവിക്കേണ്ട എന്നൊരു തീരുമാനം ദൈവം എടുത്താൽ അവിടെ നിന്നില്ലേ ഹിന്ദുമതം? പിന്നെ മുന്നോട്ട് നീങ്ങോ? ഞാൻ വല്ല തെറിയും വിളിച്ചു പറഞ്ഞു. ഞാൻ ഒന്ന് ലെവൽ ചെയ്തിട്ട് മാന്യോട് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ നിങ്ങളെ പോലുള്ള ഓരോന്ന് വിളിച്ചിട്ട് കോണാത്തിലെ വർത്താനം പറയുമ്പോൾ 10 പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇവിടെ ആരെങ്കിലും പറഞ്ഞ ക്രിസ്ത്യാനികൾ മാത്രം പ്രസവിച്ചാൽ മതിയെന്ന്? ഹിന്ദുന്നടേ ഇതൊക്കെ? ഹിന്ദു വർഗീയതയുടെ നീയൊക്കെ നന്നാവും. നീ എന്ത് കാലന് പോലും വേണ്ടാണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. കാലനും വേണ്ട, കാരണം ഇതിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ അവിടെയും ഇമ്മാതിരി സാധനം തുപ്പും. അതുകൊണ്ടാണ് കാലം പോലും അറ്റൻഡ് ചെയ്യാതെ ഈ പീസൊക്കെ റെയറായിട്ട് ഇവിടെ തന്നെ ഇപ്പൊ കിടക്കുന്നത്. കോപ്പ് എന്തിനാ ഈ കമ്മീഷൻ ഏജന്റുമാര് പായണത്? വേണ്ടാധീനം കട്ടിക്കൊണ്ട് ഓടുന്നത്? ദൈവം തീരുമാനിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ആ വിധിക്ക് കീഴടങ്ങാൻ നമുക്ക്. ദൈവം തീരുമാനിച്ചോട്ടെ, നാളെ മുതൽ ഒരു ഹിന്ദു സ്ത്രീയും പ്രസവിക്കണ്ട. അങ്ങനെ ദൈവം തീരുമാനിച്ചാൽ ഒരു സംശയം വേണ്ട, ഞങ്ങൾ അംഗീകരിച്ചു. ഇതാണ് ഈശ്വരന്റെ ആഗ്രഹം. ഇന്ന് ഞങ്ങൾ കാണുന്ന കമ്മീഷൻ ഏജന്റുമാരുടെ ആഗ്രഹമാണ്. അതിന് വഴങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. മതേതരത്വം സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന മക്കളെ തട്ടിക്കൊണ്ടുപോകാനല്ല, കുടുംബങ്ങളെ നശിപ്പിക്കാനല്ല, കുടുംബങ്ങളെ വേവലാതിപ്പെടുത്താനല്ല, അവരെ ഭ്രാന്തിന്റെ വക്കോളം എത്തിക്കാനല്ല. ഈശ്വര സാന്നിധ്യത്തിന് മുന്നിൽ, ഒരു നിലവിളക്കിന് മുന്നിൽ വെച്ച് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ ചെവിയിൽ ഒരു പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ്. അതിന് ഈ തലക്കകത്ത് ചാണകം കയറി കഴിഞ്ഞാ
കട്ട ചാണകമായി മാറിയിട്ടുണ്ട് ഇവർ. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ക്ലോസ് ഫ്രണ്ട് 5ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച് 5ാം ഡിഗ്രിക്ക് എൻ്റെ കൂടെ അല്ല പഠിച്ച് ഇപ്പോഴും നമ്മൾ കണക്ഷനിലിരിക്കുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ BJP-കാരനാണ്. ഓക്കെ, ഇന്നേ വരെ ഇത്രയും കാലമായിട്ടുണ്ട്. ഞാൻ BJP ഒന്നുമില്ല, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഓക്കെ, അങ്ങനെ ഇത്രയും കാലമായിട്ട് എനിക്ക് അവൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു സാധനം ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിലോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോ അല്ല പ്രശ്നം, അവിടെ ഉള്ള ആൾക്കാർക്കാണ് പ്രശ്നം. അവിടെ നിൽക്കുന്ന, അവിടെ ഉള്ള വിഷം രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഇവരെ പോലെ മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളെ താറടിച്ച് സംസാരിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ നിൽക്കുന്ന ആളുകൾക്കാണ് പ്രശ്നം, ആ പ്രസ്ഥാനത്തിനല്ല പ്രശ്നം. കാരണം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരുത്തൻ അവൻ സംഖ്യയാണ്. ഓക്കെ, അവൻ അത്രയും എനിക്ക് ഇന്നേ വരെ ഒരു ബാഡായിട്ടുള്ള ഒരു ചിന്താഗതി അവനിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവരെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും വർഗീയത തുപ്പുന്നു, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പറഞ്ഞ് നാട്ടുകാരെ വേർതിരിച്ച് കണ്ടുകൊണ്ടും പല തന്തയില്ലായ്മകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടും ഇപ്പോഴും ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രയോ ഇടിയും മിന്നലും വെറുതെ വന്ന് വീഴുന്ന അങ്ങും ഇങ്ങോക്കെ ആയിട്ട് പോകുന്നു, ആവശ്യമുള്ള സ്ഥലത്ത് വീഴുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലന് പോലും വേണ്ട, അവിടെ പിടിച്ചോണ്ട് പോയി അവിടെയും ഇമാതിരി വർഗീയത തുപ്പും. അതുകൊണ്ട് കാലം പോലും അറ്റൻഡ് ചെയ്യാത്ത റെയർ വീസുകളാണ് ഇതൊക്കെ. അത് കോമൻ ആകാം, ചാത്തനാകാം, എന്തുവാകാം. അത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരം നമ്മുടെ മാതാപിതാക്കൾ വിളിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ ഔസേപ്പിന്റെ, ജോസഫിന്റെ, മത്തായിയുടെ മടിയിലേക്ക് ജനിച്ചു വീഴാമായിരുന്നു. ഈശ്വരൻ ആഗ്രഹിച്ചത് മറ്റൊന്നാണ്. നിങ്ങളെ രാമനെന്നോ കോമനെന്നോ ചാത്തനെന്നോ ഈശ്വരൻ വിളിപ്പിച്ചത് ഈശ്വരന്റെ ആഗ്രഹപ്രകാരമാണ്. അപ്പൊ ആ ഈശ്വരന്റെ ആഗ്രഹത്തെ മറികടന്ന്, അല്ല ഈശ്വരന്റെ നിശ്ചയത്തെ മറികടന്ന് ഈ കമ്മീഷൻ ഏജന്റുകൾ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ വെപ്രാളം ഉണ്ടാകും. ജോസഫിന്റെ മത്തായുടെ മടിയിലല്ലെന്ന്. ഇതൊക്കെ നിങ്ങൾ ഇന്നലെ നാളെ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ഏത് ദൈവമായിക്കോട്ടെ, ഓക്കെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ബൈബിളിൽ പഠിപ്പിച്ചിട്ടുള്ളത്. നിനക്ക് ആരെയാണ് വിശ്വാസം, ആ ദൈവത്തിൽ നീ വിശ്വസിക്കുക, ആരാധിക്കുക. അല്ലാണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ജീവനുള്ള ദൈവം, ഓക്കെ, അത് ബൈബിളിൽ പറയുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം, നിന്റെ വിശ്വാസം തെറ്റാണ് എന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള വർഗീയത തുപ്പുന്ന ആൾക്കാർ പറയുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും തെറ്റാണ്. ഓക്കെ, ഇപ്പൊ നീ ഹിന്ദുവാണ്, വിശ്വസിച്ചു, മുസ്ലിമാണ്, ഓക്കെ, നിന്റെ ഇഷ്ടം. ഞാൻ ക്രിസ്ത്യൻ, ഓക്കെ, എൻ്റെ ഇഷ്ടം. ഈ ഒരു ചിന്താഗതി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിങ്ങളെപ്പോലുള്ള മറ്റുള്ള മതങ്ങളെ വന്നിരുന്ന് കുറ്റം പറഞ്ഞ് മറ്റുള്ള മതങ്ങൾ ചെയ്യുന്നതെല്ലാം ഉടായ്പാണ്, നിങ്ങൾ മാത്രമാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു വിഷം ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്ന വ്യക്തി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന നിങ്ങൾ മൃഗത്തേക്കാൾ കേവലമായി മാറുകയാണ് അവിടെ. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇപ്പോ അമ്പലത്തിൽ പോയിട്ട് പള്ളിപ്പാട്ട് പാടണമെന്നോ പള്ളിയിൽ പോയിട്ട് അമ്പലപ്പാട്ട് പാടണമെന്നോ ഒന്നും ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതാത് സ്ഥലങ്ങളിൽ അതാത് കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനത് നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതാത് സ്ഥലങ്ങളിൽ എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ നടക്കട്ടെ. അല്ലാണ്ട് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് പള്ളിപ്പാട്ട് പാടണമെന്ന് വാശി പിടിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് അമ്പലത്തിലെ പാട്ട് പാടണമെന്ന് വാശി പിടിക്കുക, അത് തെറ്റാ. ഓക്കെ, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിലുള്ള ആ ആചാരങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുന്ന പള്ളിയിലാണെന്ന് വെച്ച്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്ന ആളാണ്, പള്ളി, ദൈവം, യേശു, ഇതൊക്കെയാണ് എൻ്റെ വിശ്വാസം, മാതാവ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിശ്വാസം വിട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതങ്ങളെയോ മറ്റുള്ള വിശ്വാസികളെയോ അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെയോ കുറ്റം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ തീർന്നു, ഞാൻ സീറോ ആയി. ഓക്കെ, ഞാൻ സീറോ ആയി. എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യനല്ലാണ്ടായിപ്പോയില്ലേ. ഇവിടെ ഇപ്പോ ഇതിനൊക്കെ പോലത്തുള്ള വിഷങ്ങളെ സത്യം പറഞ്ഞ ആറ്റിലെടുത്ത് എറിയേണ്ട സമയം കഴിഞ്ഞു, പറവാക്കി. ഇതിനു വേണ്ടി ലോകരംഗത്ത് നിന്ന് പണമൊഴുകുന്നു. അവിടെ മതം മാത്രമല്ല വിഷയം. മതമാണ് വിഷയമെങ്കില് യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ, ബൈബിൾ ഒന്നേ ഉള്ളൂ. ക്രിസ്തീയ സഭകൾ എത്ര എണ്ണമുണ്ട്? പരസ്പരം കണ്ടാ മിണ്ടാത്ത, സഹകരിക്കാത്ത. അതെങ്ങനെ സംഭവിക്കുന്നു? മതമാണ് പ്രശ്നമെങ്കിൽ. നിങ്ങളെ പോലുള്ള സാധനങ്ങൾ കാരണമാണ് ഇവിടെ പരസ്പരം സഹകരിക്കാത്ത രീതിയിലോട്ട് പോകുന്നത്. നിങ്ങളെ പോലുള്ള വിഷങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. അതിപ്പോ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമാണെന്നൊന്നും ഞാൻ പറയില്ല. ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്, ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ മറ്റുള്ള മതങ്ങളെയും മറ്റുള്ള ജാതിയിലുള്ള ആൾക്കാരെയും കുറ്റപ്പെടുത്തുകയും അടുപ്പിക്കാതെയും നിങ്ങളെപ്പോലെ വിഷം തുപ്പുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. അതുകൊണ്ട് അത് പുതുസല്ല. ഓക്കെ, അത് എല്ലാ മതത്തിലുമുള്ള കുറെ തൊട്ടികളാണ്. നിങ്ങളെപ്പോലുള്ള വർഗീയ വിഷം നിറഞ്ഞ സാധനങ്ങൾ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ബാക്കി
കത്തോലിക്ക പള്ളിയിൽ പ്രൊട്ടസ്റ്റന്റുകാർ പോലെ, പ്രൊട്ടസ്റ്റന്റുകാരുടെ പള്ളിയിൽ മാർത്തോമക്കാരൻ പോലെ, മാർത്തോമക്കാരന്റെ പള്ളിയിൽ പെന്തക്കോസ്തുകാരൻ പോവില്ല. ഇങ്ങനെ ശവം വെച്ച് എറിയുന്നു കേരളത്തില്. യേശു ഒന്നേ ഉള്ളൂ, ബൈബിൾ ഒന്നേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു? പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള പോക്ക്. യൂറോപ്യൻ രാജ്യങ്ങളിലെ, അമേരിക്കയിലെ, ആസ്ട്രേലിയയില് ഈ പോക്കിൽ എത്ര പേരെ കൊലയ്ക്ക് കൊടുത്തു? ലക്ഷങ്ങളെ, കോടികളെ കൊലയ്ക്ക് കൊടുത്തു. ഇതിന്റെ പേരില് പെന്തക്കോസ്തുകാരും കത്തോലിക്കരും തമ്മില്, പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മില് എത്ര ലക്ഷങ്ങളെ കൊല ചെയ്തു. ഇവരെ വിഷയം എന്താണെന്നറിയാം, ഞാൻ മനസ്സിലാക്കിയത്. അതായത് ക്രിസ്ത്യൻ മതം എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഉള്ള ഒരു സംഭവമാണ് അല്ലെ. യൂറോപ്യൻ കൺട്രീസിലും അവിടെയൊക്കെ ഈ പറയുന്ന ഹിന്ദുക്കൾ അങ്ങനെ ഇല്ല, മുസ്ലിംസ് അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല പൊട്ടലാണ്. ഹിന്ദു മതം നമ്മുടെ ഇന്ത്യയിൽ മാത്രം എന്നുള്ളൊരു സാധനം വരുമ്പോൾ ഉള്ള ഒരു വിഷമാണ് ഇവരുടെ ഉള്ളില്. ഓക്കെ, ആ സാധനമാണ് എനിക്കിവിടെ ഫീൽ ആകുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളുണ്ട്, ലോകമെമ്പാടുമുള്ളതാണ് ക്രിസ്മസ്. ഓക്കെ, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ പിറന്നാളാണ് ക്രിസ്മസ് ആയിട്ട് ആചരിക്കുന്നത്. ഇതൊക്കെ ഇവരെ പോലുള്ള മതം തലയ്ക്ക് പിടിച്ച വർഗീയ വിഷയങ്ങൾക്ക് കാണുമ്പോൾ കുരുപൊട്ടും. കാരണം നമ്മുടെ മതം എല്ലായിടത്തും ഇല്ലല്ലോ, നമ്മുടെ ആചാരങ്ങൾ എല്ലായിടത്തും ഇല്ലല്ലോ. ഇതിപ്പം യേശു ക്രിസ്തുവിന്റെ പിറന്നാള് ക്രിസ്മസ് ലോകമെമ്പാടും ആചരിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇത്തരം വിഷജന്തുക്കൾക്ക്, വർഗീയത തലയ്ക്ക് പിടിച്ച ഇത്തരം ആൾക്കാർക്ക് കുരുപൊട്ടും. അതാണ് ഈ വിഷകളെ പോലത്തെ സാധനങ്ങൾക്ക് പൊട്ടുന്ന സാധനം. ഓക്കെ, കാര്യം പിടികിട്ടില്ല. ബാക്കി എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ധർമ്മത്തിന്റെ പേരിൽ നടന്നു. വയനാട്ടിലെ 10 വർഷം മുമ്പ് 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോച്ചിട്ട് മുറിബീടിക്ക് വഴിയില്ലാതെ ഒരു പാസ്റ്റർ മല കേറുമ്പോ മുറിബീടിക്ക് വഴിയില്ല. ഇന്ന് കോടികളുടെ ആസ്തിയാ വയനാട് വിലക്കെടുക്കാം. അത് വെച്ച് വിലക്കെടുക്കുന്ന അവിടുത്തെ പാവപ്പെട്ട ആദിവാസി സമൂഹത്തെയാണ് വിലക്കെടുക്കുകയാണ്. ആ പാവങ്ങൾക്ക് ആദ്യമൊന്നും അറിഞ്ഞില്ല. കുട്ടികൾക്ക് ട്യൂഷൻ സുഖമല്ലേ, പിള്ളേരെ പഠിപ്പിക്കുന്നു. ട്യൂഷൻ എന്ന് മാത്രമല്ല, അവിടെ ചെന്ന അടിപൊളി ഭക്ഷണം, രക്ഷിതാക്കൾക്ക് വേണ്ടതൊക്കെയുണ്ട്. പക്ഷെ 2-3 മാസം ട്യൂഷൻ കഴിഞ്ഞപ്പോ ഒരു ദിവസം ട്യൂഷന് ചെന്നപ്പോ പറഞ്ഞു, ട്യൂഷന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. ഭക്ഷണം കൊടുക്കണതിന്റെ മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് പലർക്കും സംഗതി മനസ്സിലായത്. ഈ ഭക്ഷണം തരണത് നമ്മൾ നായക്ക് ഭക്ഷണം കൊടുക്കണ്ടല്ലോ, നായോടുള്ള സ്നേഹം കൊണ്ടല്ലോ. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, നായ നമ്മുടെ വീട് കാക്കുന്നു, അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ ചില ലക്ഷ്യങ്ങളെ കൊണ്ടാ ഈ ഭക്ഷണം തരണത്. ഓക്കെ, ഇവിടെ എല്ലാ മതത്തിലും ജാതിയിലും ഒക്കെ ഉടായ്പയെന്ന മനുഷ്യന്മാരുണ്ട്. ഓക്കെ, അതിപ്പോ മനുഷ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ ജാതിയും മതവും സെപ്പറേറ്റ് വേർതിരിച്ച് പറയാൻ പറ്റത്തില്ല. എല്ലാ മതത്തിലുള്ള ഇതിലും നാറികളുണ്ട്. അത് ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, മറ്റേത് മതങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും നാറികളുണ്ട്. അതായത് പറ്റിപ്പും തട്ടിപ്പും നടക്കുന്ന ഒരുപാട് നാറികൾ. ഇപ്പൊ പാസ്റ്റർമാരെ ഒരുപാട് എണ്ണത്തിനെ തൂക്കിയിട്ടുണ്ട്. വേറും ഉടായ്പകൾ, നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് നാറി പാസ്റ്റർമാരുണ്ട്. എന്നാൽ നല്ലവരും ഉണ്ട്. ഓക്കെ, നല്ലവരും ഉണ്ട്, അതാണ് അതിന്റെ വേറൊരു സത്യം. എന്നാൽ ഏറ്റവും കൂടുതൽ കള്ളന്മാരുമാണ്, അതാണ് മറ്റൊരു സത്യം. ഇനി പൂജാരികൾ എടുത്തോട്ടെ, എത്രയോ നാറികളായിട്ടുള്ള പൂജാരികളുണ്ട്. കൊച്ചു പിള്ളേരടക്കം പൂജ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയിട്ട് പരിപാടി ചെയ്യുന്ന എത്ര ചെറ്റ പൂജാരികളുണ്ട്. എത്രയോ പണം തട്ടുന്ന വ്യാജ പൂജകൾ ചെയ്ത് കാശുകളും ലക്ഷങ്ങളും സമ്പാദിക്കുന്ന എത്രയോ വ്യാജ പൂജാരിമാരുണ്ട്. ഇനി ഉസ്താദുമാര്, എത്രയോ വ്യാജ ഉസ്താദുമാരുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്ന പേരിൽ എത്രയോ കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുള്ള എത്രയോ വൃത്തികെട്ടവന്മാരുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലും ഉണ്ട്. ഇപ്പോ നിങ്ങൾ അവിടെ ഇരുന്ന് വർഗീയത തുപ്പി വിഷം തുപ്പുന്നു എന്ന് വെച്ചിട്ട് ഹിന്ദുക്കൾ ഒരിക്കലും ചെറ്റകളല്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് അവിടെ ചെറ്റകളാവുന്നത്. ഒരു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ഇന്ന മതത്തിന് വേണ്ടിയിട്ടാണ്, ജാതിക്ക് വേണ്ടിയിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു വർഗീയത എന്ന് പറഞ്ഞ് വിഷം തുപ്പുമ്പോൾ ആ നിങ്ങളാണ് വിഷങ്ങൾ, അല്ലാണ്ട് ആ മതമല്ല, ആ ജാതിയല്ല. ഓക്കെ, ആ മനുഷ്യരാണ്, ആ വ്യക്തികളാണ്. മൃഗത്തെക്കാൾ കേവലം കെട്ട നിങ്ങളാണ് വിഷങ്ങൾ. അതാണ് എനിക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ബാക്കി ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോ മീന് ഭക്ഷണം കഴിച്ചോട്ടെ വെച്ചിട്ടല്ലേ ഈ മീനിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ചൂണ്ടയമ്മ ചെറിയ മറ്റേ ജീവികളെ കൊളുത്തി കൊടുക്കണത്. ഇത് തിരിച്ചറിഞ്ഞപ്പോ പോലീസ് സ്റ്റേഷനിൽ 3 പരാതി കൊടുത്തു. പുല്ലുവല്ല കൊടുത്തത്, ഹിന്ദു അല്ലേ. 3 പരാതി കൊടുത്തു. ഈ പാസ്റ്ററുടെ മതസൗഹാർദ്ദം തകർക്കത്തക്ക വിധത്തിൽ പെരുമാറുന്നു, മതം മാറ്റം നടത്തുന്നു. 3 പരാതി കൊടുത്ത് 3 ചവറ്റുകൊട്ടേ കിടന്നു. ഗതികെട്ട ആദിവാസി വനവാസി യുവാക്കള് അവരൊന്ന് പ്രതികരിച്ചു. പിന്നെയും കൊട്ടിപ്പാടി പാവപ്പെട്ട ആദിവാസികളെ കൊണ്ടുപോകുമ്പോ അവരൊന്ന് കേറി പെരുമാറി. പാസ്റ്ററും കുടുംബവും പ്ലാസ്റ്ററിൽ പൊതിഞ്ഞ ആശുപത്രിയിലെത്തി. ഗതികെട്ട് ചെയ്ത 3 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്തു. പക്ഷെ ഒരാളും വന്നില്ല. ഗതികെട്ടപ്പോ അവരാ പ്രതികരിച്ചു.
പ്രതികരിച്ചപ്പോ കേരളത്തിലെ പോലീസ് സേന മുഴുവൻ അവിടെ വനവാസി ഊരുകൾ മുഴുവൻ കയറി തെണ്ടുന്നു. വനവാസി യുവാക്കളെ തേടിയിട്ട് പാസ്റ്ററെ ആക്രമിച്ച വനവാസി എവിടെയാണ്? ഈ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ പൊതുയോഗം നടത്തി. കോൺഗ്രസിലെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾക്ക് നോക്കിക്കാനേ പറ്റൂ, പറയാൻ അവകാശം ഉണ്ടോ അവിടെ? കോൺഗ്രസിലെ ക്രിസ്ത്യാനികൾ പാസ്റ്റർക്ക് വേണ്ടി യോഗം നടത്തി. എല്ലാ മതത്തിലും നിങ്ങളെ പോലെ വിഷം തുപ്പുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ അവിടെ കയറുന്ന വിഷം തുപ്പുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സംരക്ഷിക്കാൻ കുറെ വിഡ്ഢികളായ ജനങ്ങളുണ്ട്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. ഓക്കെ, പോവുക, പ്രാർത്ഥിക്കുക, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഒരാൾ പറയുന്നത് അതേപടി എടുത്ത് വിശ്വസിച്ചിട്ട് അത് ആണ് ശരിയെന്നുള്ള രീതിയിൽ നമ്മൾ മാറാതിരിക്കുക. അവിടെയാണ് നമ്മൾ വിഡ്ഢികളായ ജനങ്ങളാവുന്നത്. നമ്മളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവൻ കാശുണ്ടാക്കും, നമ്മളെ പറ്റിച്ച് വർഗീയത തുപ്പുന്നവൻ അത് തുപ്പും. അതിന് എക്സാമ്പിളാണ് ഈ ശശികല. ഇതുപോലുള്ളവർ നമ്മളെ പറ്റിച്ച് നമ്മളെ തലയ്ക്കകത്തും ഈ പറയുന്ന മതമെന്ന ഫാക്ടർ അടിച്ചു കയറ്റി ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് വർഗീയത തുപ്പാൻ തുടങ്ങി. ഓക്കെ, കാര്യം ഞാൻ പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവരെ പോലുള്ളവർ പറയുന്നത് വിശ്വസിച്ച് അത് കണ്ട് കൈയടിക്കാൻ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്റ്റേജും മൈക്കും കിട്ടിക്കഴിഞ്ഞാൽ വായിത്തോന്ന് എന്തും വിളിച്ചു പറയാമെന്നുള്ള ഒരു ചിന്തയുള്ള ഇവരെ പോലുള്ള വർഗീയ വിഷം നിറഞ്ഞ ആൾക്കാരെ നമ്മുടെ പൊതുസമൂഹം ഓടിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, ബാക്കി ഇതാണ് ഹിന്ദു ധർമ്മത്തിന്റെ അവസ്ഥ. ഇത് തേടി അതിന്റെ ഷോറൂമിലേക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്. വള്ളിക്കാവിലെ കൊല്ലത്ത് ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശ്രമത്തിൽ ചെല്ലുക. ലക്ഷങ്ങളും കോടികളും ടേൺ ഓവറുള്ള ബിസിനസ് ചെയ്യുന്ന സായിപ്പന്മാരവിടെ കക്കൂസ് കഴുകണതാണ്. ലക്ഷങ്ങളും കോടികളും ടേൺ ഓവർ ഉള്ളവർ സത്യസായി ഭഗവാന്റെ ആശ്രമത്തിൽ പോവുക. ഇതേപോലെ തന്നെ ശതകോടീശ്വരന്മാര് അവിടെ അടിച്ചു വരുന്നതാണ്. നിങ്ങൾക്ക് സേവാ പ്രവർത്തനം നടത്തുകയാണ്. ഹൈന്ദവ ധർമ്മത്തിന്റെ മഹിമ കണ്ട് ഒഴുകുന്നു. എങ്ങനെയാണോ നദി മലയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ആരും വഴി കാണിച്ചു കൊടുക്കണ്ട. ഒരാൾ ദേ വരും എന്ന് വിളിച്ചിട്ടല്ല നദിയെ കൊണ്ടുപോകുന്നത്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയും ചുറ്റി വളഞ്ഞ് എത്തിക്കോളും സമുദ്രത്തില്. സ്വാഭാവികമായ പോക്ക, വഴി കാണിച്ചു കൊടുക്കണ്ട. ഇതുപോലെ സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ വിലക്കുകൾ ഉണ്ടായിട്ടും നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും ഹൈന്ദവ ധർമ്മത്തെ പറ്റി ഒരു മനസ്സിലാക്കണു. കാരണം ഇത് ആളെ പിടിക്കൽ ധർമ്മമല്ല, എണ്ണം കൂട്ടൽ ധർമ്മമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്നു. അമേരിക്കയിൽ അടുത്ത കാലത്ത് നടത്തിയ ഒരു സർവേ പ്രകാരം അവിടുത്തെ 60% യുവാക്കളും, ഇത് അമേരിക്കക്കാർ പറഞ്ഞതാ, ഹിന്ദുക്കൾ പറഞ്ഞതല്ല, 60% അഭ്യസ്ത വിദ്യരായ യുവാക്കളും ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന കർമ്മ സിദ്ധാന്തത്തില്, ഹിന്ദുമതം മുന്നോട്ട് വെക്കുന്ന പുനർജന്മ സിദ്ധാന്തത്തില് ഇതിലൊക്കെ അവര് വിശ്വസിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തിൽ 60% അമേരിക്കൻ യുവാക്കൾ വിശ്വസിക്കുന്നു. നമ്മൾ അവിടെ പോയി ചാക്കിട്ടിട്ടല്ല. അതിനാരെങ്കിലും പറഞ്ഞാ പോയി ചാക്കിടാനായിട്ട്? ചാക്കിടുന്ന നിങ്ങളെ പോലുള്ള വർഗീയത തുപ്പുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയാം, വേറെ ഒന്നുമില്ല. എടാ, നിനക്ക് ഏത് മതത്തിലാണ് വിശ്വാസം, ഏത് ദൈവത്തിലാണ് വിശ്വാസം, നീ അതിൽ ആചരിക്ക്, പ്രാർത്ഥിക്ക്, വിശ്വസിക്ക് എന്ന് വെച്ചിട്ട് മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാൻ നിൽക്കരുത്. ഇനി മറ്റൊരു മതത്തിൽ എന്തെങ്കിലും ആ ആചാരം ശരിയല്ല, ആ അനുഷ്ഠാനം ശരിയല്ല നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ മറ്റുള്ള മതങ്ങളെയും ആ മതത്തിലെ ദൈവത്തെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ നടത്തുന്ന ഈ വർഗീയ വിഷം തുപ്പുന്ന നിങ്ങളുടെ ഈ ഒരു മെന്റാലിറ്റി, നാട് മൊത്തവും അല്ലെങ്കിൽ ലോകം മൊത്തം ഹിന്ദുക്കൾ മാത്രമാകണം എന്നുള്ള നിങ്ങളുടെ ഒരു വർഗീയത നിറഞ്ഞ ആ ഒരു മെന്റാലിറ്റി, അത് മാറാത്തടത്തോളം കാലം നിങ്ങളെപ്പോലുള്ള സാധനങ്ങൾ മനുഷ്യജന്മത്തിൽ പോലും കണക്കെടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ള സത്യം സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ വർഗീയ വിഷം നിറഞ്ഞ് മറ്റുള്ളവരെ ചാക്കിട്ട് പിടിച്ച് എല്ലാവരെയും ഹിന്ദുക്കളാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്നു. അതുപോലെ തന്നെ നാട് മൊത്തം ഹിന്ദുക്കളാക്കിയിട്ട് ഇവർക്കൊക്കെ എന്തോ നേദിക്കാനുള്ള ഒരു പരിപാടി പോലത്തെ മൈൻഡാണ് ചിന്തിക്കുന്നത്. ഇവരൊക്കെ വർഗീയതയാണ് തുപ്പുന്നത്. മറ്റുള്ള മതങ്ങളെ താഴ്ത്തിക്കെട്ടി മറ്റുള്ള മതങ്ങളെല്ലാം തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇവരെ പോലുള്ളവർ പ്രചരിപ്പിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഖുറാനിലും ഗീതയിലും എല്ലാത്തിലും അതിൻ്റെതായ വിശ്വാസങ്ങളും അതിൻ്റെതായ രീതികളും അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നു അതിൽ വിശ്വസിച്ച് ജീവിക്കൂ. എന്ന് വെച്ചിട്ട് മറ്റുള്ള ഓരോ മതത്തെയും ദൈവത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാർത്തിക്കൊണ്ട് നമ്മളാണ് ശരിയെന്ന് പറഞ്ഞ് വാദിക്കാൻ നിൽക്കരുത്. ഈ ശശികലയെ പോലുള്ള വിഷകലകളെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കരുത്. ഓക്കെ, ബാക്കി അരി കൊടുത്തിട്ടല്ല, പയറ് കൊടുത്തിട്ടല്ല, പാൽപ്പൊടി കൊടുത്തിട്ടല്ല, നോട്ടീസ് തൊടണ്ടാ പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല, മെഴുകുതിരി കാണണ്ടാന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല. നിങ്ങൾ നിങ്ങളുടേതായ ഏത് രീതിയും ചെയ്തോളൂ, ഇവിടെ സമ്മതം.
ഒരു കാലത്ത് ഹിന്ദുവിന്റേതെല്ലാം അന്ധവിശ്വാസം എന്നിവിടെ പഠിപ്പിച്ചവർ ഈ പ്രകൃതിയെ നശിപ്പിച്ചു. ഇന്ന് നമ്മളെ നശിപ്പിക്കാൻ നോക്കുക. സാഹിബിന്റെ വിദ്യാഭ്യാസം വന്നപ്പോഴാ പറഞ്ഞോ, ഹിന്ദുക്കളൊക്കെ വിഡ്ഢികളാ, പാമ്പിനെ പൂജിക്കണു, കൊരങ്ങനെ പൂജിക്കണു, അല്ലെ, ഒന്നിനും കൊള്ളാത്തവര്. ഈ പാമ്പിനെയും കൊരങ്ങനെയൊക്കെ പൂജിക്കണവരെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്ര അവരിവിടെ മതപ്രചാരകന്മാരെ അയച്ചത്. ഓരോ വീട്ടുവളപ്പിലും സർപ്പക്കാവുണ്ടായിരുന്നു, സർവവും നശിപ്പിച്ചു. പാമ്പിന് ചെവിയില്ല, ബയോളജിക്കലായിട്ട് പാമ്പിന് ചെവിയില്ല. അതുകൊണ്ട് എന്തിനാ സർപ്പക്കാവാന്നാണ് ഒക്കെ വെട്ടി നശിപ്പിച്ചു. ഇപ്പൊ അതേ സായിപ്പ് ചോദിക്കുക, ഐക്യരാഷ്ട്ര സംഘടന, നിങ്ങളുടെ വീട്ടിൽ സർപ്പക്കാവ് ഉണ്ടോ? സർപ്പക്കാവ് ഉള്ളതോ ഇല്ലാത്തതോ എന്നല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ ഇവര് സ്ഥാപിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രമാണ് ശരി, ബാക്കിയുള്ള മതങ്ങളെല്ലാം ഫേക്കാണ്, ബാക്കിയുള്ള മതത്തിലെ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ്, അവിടുത്തെ ദൈവങ്ങളെല്ലാം തെറ്റാണ്. ഓക്കെ, ഇവിടെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അല്ലെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെയും ദൈവമാക്കി വാഴ്ത്തി. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. അപ്പൊ നാളെ എനിക്ക് ഒരാളെ മീൻസ് എനിക്ക് എൻ്റെ വിശ്വാസം, എനിക്കിപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ ഞാൻ അതിൽ വിശ്വസിക്കും, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കും, മുസ്ലിം മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ അതിൽ വിശ്വസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. അല്ലാണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ശരി, ഞാനിപ്പോൾ ക്രിസ്ത്യാനിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണ് നാളെ മുതൽ നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാവണം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം, യേശു ക്രിസ്തുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കണം, ബാക്കി എല്ലാ മതങ്ങളെയും ദൈവങ്ങളെയും നമ്മൾ പുച്ഛിക്കണം, കുറെ ചീത്ത വിളിക്കണം, അല്ലെങ്കിൽ അതെല്ലാം ഫേക്കാണ് എന്നുള്ള രീതിയിൽ നാളെ മുതൽ ഞാൻ വന്നിരുന്ന് ഇവിടെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശശികളെക്കാൾ വലിയ വിഷകല ആയി മാറും ഞാൻ, അല്ലെ, ഞാനും ഒരു വർഗീയവാദിയാവും. ഞാൻ വിശ്വസിക്കുന്ന മതം മാത്രമാണ് ശരി, ബാക്കി എല്ലാവരും തെറ്റുകാരനെന്നുള്ള രീതിയിലുള്ള ഒരു അജണ്ട ഞാൻ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്ന് ഞാൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വം ഇല്ലാണ്ടാവും. ഞാൻ എപ്പോഴും പറയും, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നിനക്കേത് മതമാണ് വിശ്വാസം അതിൽ നീ വിശ്വസിക്കൂ, ആ ദൈവത്തിൽ വിശ്വസിക്കൂ, ആരാധിക്കൂ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.